എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിലേ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കണ്ടേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയ പോരല്ലോ, അത് എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ. അപ്പോൾ അത് വെക്കാനുള്ള സ്ഥലം നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇറങ്ങണത് കണ്ടിട്ട് ഒരാളോട് സ്ഥലം വിട്ടിട്ടുണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ റോണിമോള് തന്നെയാണേ. സ്ഥലം നോക്കാൻ ഇറങ്ങിയതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് എവിടെ വെക്കും എന്നുള്ളതിന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. പൊതുവെ നമ്മൾ വെക്കാറുള്ളത് വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം വീടിൻ്റെ മുന്നിൽ കുറച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ പുൽക്കൂട് അതിനൊരു തടസ്സമാവരുതല്ലോ. അപ്പോൾ അതും കൂടെ നോക്കണ്ടേ, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കണം അല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗസ്റ്റ് റൂമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോർ റൂമും കൂടെയാണ്. ഞാനിവിടെ വർക്കൊക്കെ ചെയ്യാനിരിക്കാറുണ്ട്. വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാറുണ്ട്. ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് തെർമോക്കോൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പുൽക്കൂട് ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ.